തിരുവചനാഗ്നിയാൽ മാനവരിൽ നിറയട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ജീവനുള്ള ദൈവവചനത്തിൻ്റെ ബന്ധത്തിൽ നമുക്ക് ഓൺലൈനിലൂടെയുള്ളതായ കൂട്ടായ്മ അനുഭവിക്കാൻ പങ്കിടുവാൻ നമ്മുടെ കർത്താവായി ദൈവം തന്ന സാവകാശത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഒരു വചനം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചുകൊണ്ട് ഈ ചിന്തകളിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. സഭയുടെ കീഴിലത്തുള്ള സെൻറ്റ് തോമസ് ധ്യാന കേന്ദ്രത്തിൽ നിന്ന് തിരുവചനാഗ്നി എന്ന പേരിൽ ഈ വചനശുശ്രൂഷ നിർവഹിക്കപ്പെടുമ്പോൾ നിങ്ങളെല്ലാവരുടെയും പങ്കാളിത്തവും സഹകരണവും ഒത്തിരി ലഭിച്ചിട്ടുണ്ട്, ഇനിയും ലഭിക്കുന്നുള്ള പ്രത്യാശയുണ്ട്. ഞങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ വചനഭാഗം പ്രത്യേകം കേൾക്കുക, വേദപുസ്തകം എടുത്ത് നിങ്ങൾ വായിച്ച് ധ്യാനിക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വചനമാണ് അച്ഛൻ വായിക്കുന്നത്. ആരും ഇരുളിൽ വസിക്കാതിരിക്കുവാൻ ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ആരും ഇരുളിൽ വസിക്കാതിരിക്കുവാൻ ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ഒരു കൊച്ചു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. കരുണാമയനായ കർത്താവേ, ഞങ്ങൾ പിതാക്കന്മാരുടെ ദൈവമേ, ഞങ്ങളെ ആയുസ്സിൽ ഇന്നവരെയും നീ നടത്തിയ കൃപയ്ക്കായി നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇനിയും ശേഷിക്കുന്ന നാളും നാഴികളും നിൻ്റെ സാക്ഷിയായി നിൻ്റെ വചനത്തിൻ്റെ അനുഭവത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങൾ സഹായിക്കണമേ. വിവിധ ഇടങ്ങളിൽ നിന്ന് വചനം കേൾക്കുന്നവരെ കർത്താവെ കരുണ ചെയ്ത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിൻ്റെ വചനം വായിക്കുന്നതും വായിച്ച് കേൾപ്പിക്കുന്നതും ആചരിക്കുന്നതും വലിയ ഭാഗ്യമായി വചനം ഞങ്ങളോട് പ്രബോധനം തരികയാണ്. ആ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, പ്രവർത്തിക്കണമേ. ശുദ്ധിമതി അമ്മേ, പിതാക്കന്മാരെ, വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. പുതുവർഷം നമ്മെ സമീപിക്കുന്നു. പുതുവർഷ ആഘോഷങ്ങളെല്ലാം നടത്തുവാൻ ലോകത്തുള്ളതായ ജനങ്ങൾ മുതിരുകയാണ്. പുതുവർഷ ആശംസകൾ പകരുന്നു, കൊടുക്കുന്നു. ഈ പുതുവർഷത്തിൽ 2025 എന്ന പുതുവർഷത്തിലേക്ക് നമ്മൾ കാൽച്ചുവടുകൾ വയ്ക്കുമ്പോൾ, ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നമുക്ക് എല്ലാം നല്ല നന്മയായി അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് പുതുവർഷത്തിൻ്റെ ആശംസകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധ്യാന കേന്ദ്രത്തിൽ നിന്ന് നേരുകയാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ഭീതിപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന, വളരെ ചിന്തിപ്പിക്കുന്ന ഭയാനകമായ തിന്മകളുടെ വാഴ്ചയാണ്, തിന്മകളുടെ അനുഭവങ്ങളാണ് അധികമുണ്ടായിരുന്നത്. സന്തോഷത്തേക്കാൾ കൂടുതൽ ദുഃഖം, നന്മയേക്കാൾ കൂടുതൽ തിന്മ, വളരെയധികമായ കഠിനമായ അന്തർസംഘർഷങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച ഒരു വർഷം. ഓരോ ദിവസത്തെയും ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ, ദൃശ്യമാധ്യമങ്ങൾ കാണുമ്പോൾ അത് വലിയ ദാരുണമായ അപകടങ്ങളും ദുരന്തങ്ങളുമായിട്ടാണ് വരുന്നത്. പ്രകൃതിയുടെ കലാമിറ്റീസ്, ദുരന്തങ്ങൾ, ഭയങ്കരമായ അപകടങ്ങൾ, ആത്മഹത്യകൾ, മാരക രോഗങ്ങൾ, കുടുംബ ശിഥിലീകരണത്തിൻ്റെ സംഭവങ്ങൾ. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ, അങ്ങനെ അനേകം അനർത്ഥങ്ങൾ താണ്ഡവമാടിയ ഒരു വർഷം. എന്നാൽ പുത്തൻ വർഷത്തിലേക്ക് വരുമ്പോൾ ഇതിനേക്കാൾ കുറഞ്ഞ അനുഭവങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട, ഇതിനേക്കാൾ വലിയ വലിയ സംഭവങ്ങളും കാര്യങ്ങളും ആയിരിക്കാം. എങ്കിലും ഇതിൻ്റെ എല്ലാം നടുവിലൂടെ, ചെങ്കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തിലൂടെ ജനത്തെ നടത്തിയ ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഉള്ളതിനാൽ, ദൈവത്തിൻ്റെ കരുണ നമ്മൾ പരിപാലിക്കുന്നതിനാൽ നിശ്ചയമായും തോറ്റുപോകാതെ, വീണുപോകാതെ, അത്ഭുതകരമായി ഈ പുതുവർഷത്തിലും ദൈവം നമ്മെ വഴി നടത്തും എന്നുള്ള പ്രത്യാശയാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ആ പ്രത്യാശയിലാണ് മുമ്പോട്ട് പോകേണ്ടത്. അവിടെ ഒരിക്കൽ കൂടെ പുതുവർഷത്തിൻ്റെ ആശംസകൾ നേർന്ന് നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്
പുതിയ വർഷത്തെ നമുക്ക് വരവേൽക്കാം. വർഷത്തിൻ്റെ ആരംഭം മുതൽ, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് വചനത്തിൽ വായിക്കുന്ന പോലെ ആ ദൈവം നമ്മളോടുകൂടെ, നമ്മുടെ ഭവനങ്ങളോടുകൂടെ, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ കരുണയും ചൈതന്യവും പ്രാപിക്കുവാൻ ഈ പുത്തൻ വർഷവും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുമായിട്ട് ഈ വായിച്ച വചനത്തിലേക്ക് ഒരു ധ്യാനം നടത്തുവാനായിട്ട്, വചനം തരുവാനായിട്ട് അച്ഛൻ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആരും ഇരുളിൽ വസിക്കാതിരിക്കുവാൻ. അന്ധകാരം, ഇരുളിൽ നടക്കുന്ന ഒരു മനുഷ്യൻ എവിടേക്ക് പോകുന്നു എന്നവൻ തിരിച്ചറിയുന്നില്ല. അന്ധകാരത്തിലൂടെ വ്യാപരിക്കുന്ന മനുഷ്യൻ ഏതിൽ പോകുന്നു എന്നവൻ അറിയുന്നില്ല. അങ്ങനെ ദിക്കറിയാതെ, വഴിയറിയാതെ, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഗത്യന്തരമില്ലാതെ ഇങ്ങനെ ഇരുട്ടിൻ്റെ വഴിയിലൂടെ അബദ്ധസഞ്ചാരം ചെയ്യുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വചനം അത് തന്നെയാണ്. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ, ഇരുട്ട്, അന്ധകാരം, ഭൗമികമായി അക്ഷരീകമായി കാണാവുന്ന ഇരുട്ട് ഒരു വശം. ആ ഇരുട്ട് പോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സുകളെ, മനുഷ്യൻ്റെ ജീവിതങ്ങളെ ഇരുട്ടത്ത് തളച്ചിടുന്ന, ഇരുട്ടിൻ്റെ അനുഭവങ്ങളാകുന്ന, ഇരുട്ടിൻ്റെ പാവങ്ങളിലും പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന അനുഭവങ്ങൾ. എന്നാണ് വചനം പറയുന്നത്? ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ, ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്നാണ് നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ വിശേഷിപ്പിക്കുന്നത്. എന്താണത്? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഈ വകയെല്ലാം ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളാണ്, ഇരുട്ടിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഈ ഇരുട്ടിൻ്റെ പ്രവൃത്തികളിലൂടെ മനുഷ്യൻ പോകുമ്പോൾ എന്താണ്? ദൈവം ഈ വക അശുദ്ധിയെ വെറുക്കുന്നു, ദൈവം അതിനെ ശിക്ഷിക്കുന്നു, ന്യായം വിധിക്കുന്നു. എന്താ വചനം പറയുന്നത്? പാപം ചെയ്തവനെ, കുറ്റം ചെയ്തവനെ 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോട് സന്ദർശിക്കുകയും പാപത്തിൻ്റെ ശമ്പളമായ മരണം, ആ പാപത്തിൻ്റെ ശമ്പളമായ അനുഭവങ്ങളിലേക്ക്, അനുഭവതലത്തിലേക്ക് മനുഷ്യൻ ചെന്നെത്തുകയും ചെയ്യുന്ന, അതാണ് ഇരുട്ടിൻ്റെ ഫലം, ഇരുട്ടിൻ്റെ പ്രവൃത്തികളുടെ ഫലം. പ്രിയപ്പെട്ടവരെ, ഇരുട്ടിനെക്കുറിച്ച് നമ്മൾ ആദ്യം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ എന്താ പഠിക്കുന്നത്? ആദിന്റെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്ന് വായിക്കുന്നെങ്കിലും അതിൻ്റെ മൂലഗ്രന്ഥത്തിൽ ഭൂമി പാഴായും ശൂന്യമായും തീർന്നു എന്നാണ് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളത്. ഭൂമി പാഴും ശൂന്യമായപ്പോൾ അതിൽ ആഴം മൂടിയിരുന്നു, വെള്ളത്താൽ അത് പൊതിയപ്പെട്ട് നിറഞ്ഞിരുന്നു, അതിൻ്റെ മുകളിൽ കൂരിരുട്ട് വ്യാപിച്ചിരുന്നു. അപ്പോൾ ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നിടത്ത് യാതൊരു ഫലദായകമായി ജീവൻ്റെ ചലനമോ ജ്വലനമോ ഇല്ലാതെ അവിടെ ഇരുട്ട് വ്യാപിച്ചിട്ട് അത് പാഴായി തീർന്നു, അത് ശൂന്യമായി തീർന്നു. ഭൂമിയെക്കുറിച്ച്, ഭൂമിയുടെ ആദ്യകാല അനുഭവങ്ങളെക്കുറിച്ച്, ആദിയിലുള്ള ഭൂമിയെക്കുറിച്ച് ചിന്തകന്മാർ, വേദ പണ്ഡിതന്മാർ പറയുന്നത് ഭൂമിക്ക് ഫലദായകമായ വളരെ റിച്ച്ഫുള്ളായിട്ടുള്ള ഒരു പഴയകാലമുണ്ടായിരുന്നു എന്നാണ്. ആ ഭൂമി ശിക്ഷിക്കപ്പെട്ട് തകർന്ന പാഴും ശൂന്യവും ആയിത്തീർന്നു എന്നാണ്. അത് പാപം നിമിത്തമായിരുന്നു എന്നാണ്. അങ്ങനെ ശൂന്യീകരിക്കപ്പെട്ട ഭൂമിയുടെ മുകളിലെ ആഴമുണ്ടായി ഇരുൾ വ്യാപിച്ചിരുന്നു. ഇരുളിൻ്റെ ഫലമാണ് പാഴാകുക, ശൂന്യമാകുക. അതിന് ഭൗമികമായ വശം ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ആത്മീയമായ തലങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പാവം എവിടെയുണ്ടോ അവിടെ ശൂന്യതയും നാശവുമുണ്ട്. പാപത്തിൻ്റെ അനന്തര ഫലം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതങ്ങൾ നിരാശരാകുകയും പിറുപിറുക്കുകയും അന്തർസംഘർഷങ്ങൾ വർദ്ധിക്കുകയും ശരീരം രോഗമാകുകയും മനസ്സ് വ്രണപ്പെടുകയും സ്വസ്ഥ നശപ്പെടുകയും അശാന്തി നിറയുകയും ചെയ്യുന്ന ജീവിതങ്ങൾ എന്നർത്ഥം. അതുകൊണ്ട് ഈ ഇരുട്ടിൻ്റെ ഭാവഭേദങ്ങൾ അക്ഷരീകമായ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴേ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ഇരുട്ടിൻ്റെ പ്രവൃത്തി പോലെ അക്ഷരീകമായ നാശവും ശൂന്യതയും ഉണ്ടെങ്കിലും ആത്മീയമായ തലത്തിൽ വരുമ്പോൾ ഓരോ വ്യക്തികളും ഇരുട്ടിൻ്റെ ഇരകളായി തീർന്നിട്ട് അവർ തകരുന്നു, അവർ കുടുംബം തകരുന്നു, ജീവിതം തകരുന്നു, നിരാശ വരുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഇങ്ങനെ
ദാരിദ്ര്യവും കഷ്ടതയും ശൂന്യതയും അവരെ ഗ്രസിക്കുന്നു. ഇങ്ങനെയുള്ളതായി ജീവിതങ്ങൾ. താങ്കൾ എന്ത് ചെയ്യുന്നു എന്ന് അവർക്ക് നിശ്ചയമില്ല. താങ്കൾ എവിടേക്ക് പോകുന്നു എന്ന് അവർക്കറിയില്ല. എന്നാൽ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതായ ആത്മീയ സന്തോഷവും ആത്മീയമായ നിത്യതയും ആത്മീയമായ ജീവിതവും ആനന്ദവും ഒന്നും അവർക്ക് മറവായിരിക്കുന്നു. അതുകൊണ്ട് ഇരുട്ടിലൂടെ അവർ അബദ്ധസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ഏർപ്പെട്ട് അവർക്ക് ലാഭം ഉണ്ടാക്കാനും സന്തോഷം ഉണ്ടാക്കാനും വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. പക്ഷേ അത് ബുദ്ധിശൂന്യതയാണ്, അതുകൊണ്ട് പ്രയോജനമില്ല. ആ ജഡത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ അല്പം സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്തോറും അവർ ആ ചളിക്കുണ്ടിലേക്ക് താണ് പോകുന്നു എന്ന് അവരറിയുന്നില്ല. ഈ ചളിക്കുണ്ടിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, ഈ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഈ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിച്ചെടുക്കുവാൻ, ഈ അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് അവരെടുക്കുവാൻ, ഈ മരണത്തിൽ ജീവനിലേക്ക് അവർ ഉയർത്തിയെടുക്കുവാൻ, അവർ ദൈവത്തെ പോലെയാക്കിയെടുക്കുവാൻ, ദൈവതുല്യമായി ദൈവത്തിൻ്റെ ദൈവിക അനുഭവങ്ങളാൽ നിറയ്ക്കുവാൻ, അവരുടെ ശൂന്യമായ ഹൃദയങ്ങളിലേക്ക് ദൈവാവേശവും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും പകർന്നു കൊടുക്കുവാൻ, ജീവനറ്റുപോയ ജീവിതങ്ങളിലേക്ക് ജ്വലനവും ചലനവും പകർന്നു കൊടുക്കുവാൻ, തകർന്നുപോയ ദാവീദിൻ്റെ കൂടാരങ്ങൾ ഉയർത്തിപ്പണിയാൻ ഇതാ കർത്താവ് അരുളി ചെയ്യുകയാണ്. ആരും ഇരുട്ടിൽ വസിക്കാതിരിക്കുവാൻ ഞാൻ വെളിച്ചമായ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ പോക്കി ഇരുട്ടിൽ നടക്കുന്ന ജീവിതത്തിൻ്റെ ആ അനുഭവ തലത്തിൽ നിന്ന് വെളിച്ചമുള്ള, പ്രകാശമുള്ള, ആനന്ദമുള്ള ദൈവിക അനുഭവങ്ങൾ, ചൈതന്യവും ജ്വലനവും ചലനവും എല്ലാം കൊടുത്ത് ജീവിപ്പിക്കുന്ന ആ വെളിച്ചത്തിങ്കിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാൻ ഞാൻ വന്നിരിക്കുന്നു. യേശു കർത്താവ് പറയുകയാണ്. അപ്പോൾ ഇരുട്ടിൽ നടക്കുന്ന എല്ലാവരും ഇരുട്ടിനെ ഉപേക്ഷിച്ചുകൊണ്ട്, ഇരുട്ടിലുള്ളതായ വാസം ജീവിതത്തെ ഒടുക്കി അവസാനിപ്പിച്ചുകൊണ്ട് അവർ വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക്, പ്രകാശത്തിലേക്ക് വരാൻ ഞാൻ വെളിച്ചമായി വന്നിരിക്കുന്നു. അവർക്ക് വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. അതാണ് ക്രിസ്മസിൻ്റെ വലിയ സന്ദേശം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നിൽ നടക്കുന്നവൻ എന്നിൽ വിശ്വസിക്കുന്നു. ഇരുളിൽ നടക്കാതെ അവൻ വെളിച്ചത്തിൽ നടക്കുന്നു. അവൻ എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നു. അങ്ങനെ എവിടേക്ക് പോകുന്നു എന്നുള്ളതായി നല്ല കാഴ്ചപ്പാടോടെ ജീവിതയാത്രയെ സിയോൻ യാത്രയാക്കി മാറ്റിയെടുത്ത് ഒരു സിയോൻ സഞ്ചാരിയായിട്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം അവനെ ആ രൂപാന്തരം കൊടുത്ത് അനുഗ്രഹിക്കുവാനായി യേശു കൽപ്പിക്കുകയാണ്. അങ്ങനെയുള്ള വെളിച്ചമായി ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. വാത്സല്യമുള്ള ദൈവമക്കളെ, എന്നാണ് ക്രിസ്മസിൻ്റെ സന്ദേശത്തിൽ നമ്മളെപ്പോഴും എല്ലാ പ്രാവശ്യവും അല്ലെങ്കിൽ നമ്മൾ കൂടുമ്പോഴും നമ്മൾ പള്ളിയിലും സുവിശേഷ പന്തലുകളിലും ദൈവങ്ങൾ കൂടുമ്പോഴെല്ലാം പറയുന്നത് എന്താണ്? സകല ജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നമുക്ക് ആ ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. അത് ദൂതന്മാരാട്ടിടയന്മാരോട് സന്ദേശിച്ചതാണ്. ആ സന്ദേശം അവർക്ക് വേണ്ടി മാത്രമല്ല, സകല ജനത്തിനു വേണ്ടിയിട്ടാണ്. സകല ജനത്തിനുണ്ടാകുന്ന സന്തോഷം അതാണ് ക്രിസ്തു, അതാണ് യേശു. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന പ്രകാശത്തിൽ, യേശു തരുന്ന കൃപയിൽ, യേശു തരുന്ന കരുണയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന് നമുക്ക് സാധിക്കും എന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ പോക്കി മാറ്റി മാനസാന്തരപ്പെട്ട് ഇനി ഞാൻ അനുഭവങ്ങളിലേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ജീവിതത്തിലേക്ക്, വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക്, വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് വെളിച്ചമുള്ളവരായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിളിക്കുകയാണ്. ദൈവാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇരുട്ടിൻ്റെ പ്രവൃത്തികളോട് വിട പറയാനുള്ള ഒരു നല്ല മനോഹരമായ ഒരു സന്ദർഭമാണ്. ഞാൻ ഓർക്കുന്നു, മഹാനായ ഒരു മനുഷ്യൻ, അയാൾ ഒത്തിരി വിഷയങ്ങളിൽ ആധികാരികമായി പഠിച്ച് ഡോക്ടറേറ്റൊക്കെ എടുത്ത് ഒരു യൂണിവേഴ്സിറ്റിയിലെ ഉയർന്ന തലങ്ങളിൽ പ്രൊഫസറായി, ചാൻസലറായി ഒക്കെ, വൈസ് ചാൻസലറായി ഒക്കെ സേവനം ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹം
പ്രായമായി ക്ഷീണിച്ച് ഇങ്ങനെ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം വന്ന് ഈ മഹാനായ മനുഷ്യനുമായി നോബൽ സമ്മാന ജേതാവായിരുന്ന താൻ, വലിയ മഹാനായ പ്രകീർത്തിക്കപ്പെട്ട താൻ, ഒത്തിരി ശിഷ്യ സമ്പത്തുള്ള താൻ അങ്ങനെ പരിക്ഷീണനായി വാർദ്ധക്യത്തിൻ്റെ ബലഹീനൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരു മാധ്യമപ്രവർത്തകൻ വന്ന് ഒരു ഇൻ്റർവ്യൂ നടത്തി. കുറേ സമയം ഇങ്ങനെയെല്ലാം സംസാരിച്ചു, പലതും ചോദിച്ചു, ഉത്തരങ്ങൾ പറഞ്ഞു. ഒന്ന് ഒറ്റൊടുവിൽ വന്നപ്പോൾ അദ്ദേഹത്തെ ചോദിച്ചു, സാർ, ഈ യുവജനങ്ങളോട് ഒരു സന്ദേശം കൊടുക്കുവാനായിട്ട് അവിടുന്ന് എന്തെങ്കിലും ഒന്ന് പറയണം. ഒരു ദൂതായി, ഒരു സന്ദേശമായി അങ്ങയുടെ ജീവിതത്തിൻ്റെ അനുഭവതലത്തിൽ നിന്ന് ഒരു പ്രബോധനം തരണം. അല്പസമയം അദ്ദേഹം ചിന്തിച്ചിരുന്നിട്ട് അവിടെ കണ്ണുകളൊക്കെ അടച്ചിങ്ങനെ ധ്യാനിച്ച് മൗനമായിരുന്നിട്ട് അദ്ദേഹം കണ്ണു തുറന്നു. അദ്ദേഹം പറയുന്നത് കാത്തു നിൽക്കുകയാണ് ഈ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, നീ ചെന്ന് സമൂഹത്തോട് ഇങ്ങനെ പറയണം. എന്താ പറയേണ്ടത്? ജീവിതം എന്ന പുസ്തകത്തിന് ഒരു പതിപ്പേ ഉള്ളൂ എന്ന് നീ പറയണം. എന്തൊരു മഹൽ ചിന്തയാണത്! ജീവിതമാവുന്ന പുസ്തകത്തിന് ഒരു പതിപ്പേ ഉള്ളൂ, രണ്ടാമതൊരു കോപ്പിയില്ല. അതുകൊണ്ട് ഒരിക്കൽ മാത്രമുള്ള ജീവിതമാകുന്ന ഈ പുസ്തകം തെറ്റുവരാതെ കുറവരാതെ അത് ചെയ്തെടുക്കാൻ നീ ചെന്ന സമൂഹത്തോട്, യുവാക്കളോട് പറയുക. അതുകൊണ്ട് തെറ്റ് ശരികളുടെ നടുവിലൂടെ നടന്നു പോകുമ്പോൾ, ജീവിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ തെറ്റിലകപ്പെട്ടു പോകാതെ ശരികളിലൂടെ നടന്ന് ജീവിതത്തെ വിജയിപ്പിക്കുവാൻ, ഇനിയൊന്ന് തിരുത്തുവാൻ സാധ്യമല്ലാത്തവണ്ണം ജീവിതം എന്ന പുസ്തകത്തിൻ്റെ പേജുകളെല്ലാം എഴുതി ചേർക്കുമ്പോൾ അത് സൂക്ഷ്മതയോടെ ചെയ്യണമെന്ന് നീ സമൂഹത്തോടു കൂടി പറയുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തന്ന ജീവിതമാകുന്ന പുസ്തകത്തിൻ്റെ ഓരോ ദിവസങ്ങളും ഓരോ പേജുകളായെടുത്തുകൊണ്ട് ആ പേജുകളെല്ലാം കൂട്ടിച്ചേർത്ത് മാസങ്ങളാകുന്ന അധ്യായങ്ങളാക്കിക്കൊണ്ട് മാസങ്ങളെല്ലാം തുന്നിപ്പിടിപ്പിച്ച് അങ്ങനെ 12 മാസങ്ങൾ ചേർത്തുള്ള ഒരു വർഷമായി രൂപാന്തരപ്പെടുമ്പോൾ ആ ഒരു വർഷത്തിൻ്റെ ഡയറി എടുത്ത് ജീവിതത്തിൻ്റെ ആ മുഴുവൻ ദിനവൃത്താന്തങ്ങൾ നാം ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുകയും അതിലെ കുറവുകളും തെറ്റുകളും ഉണ്ട്, കർത്താവേ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ പേജുകളിലേക്ക്, പുതിയ ആണ്ടിലേക്ക്, പുതിയ അനുഭവതലത്തിലേക്ക് വരാൻ നമുക്ക് അത്യുത്സാഹത്തോടെ ആയിരിക്കുവാനായിട്ട് സഹായിക്കാം. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നിർത്തുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ലോകമൊക്കെയിലും അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. യുദ്ധങ്ങളെല്ലാം കൊടുമ്പിരിക്കൊണ്ട് അതിൻ്റെ അന്തരീക്ഷം കലുഷിതമായിരിക്കുകയാണ്. ഭീകരവാദത്തിലൂടെ, ഭീകരപ്രവർത്തനത്തിലൂടെ മനുഷ്യ സമൂഹത്തിൽ എന്തെന്നില്ലാത്ത ഭയവും ആശങ്കയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ സമയം പോരാതെ വരും. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെയുള്ള അതെല്ലാം ഒരു ഈവിൾ സ്പിരിറ്റാണ്. ആളുകൾ മദ്യപന്മാരായി മാറുന്നു. അവർ ഗെറ്റ് ടുഗദറുകളും പരിപാടികളും മദ്യം പകരുന്നു. മദ്യം കഴിക്കുന്നതൊരു ഭൂഷണമായിട്ട് ചിന്തിക്കുന്നു. നഗ്ന നൃത്തങ്ങളും അതുപോലെ അസഭ്യമായ അശുദ്ധമായ വഴികളും വർദ്ധിക്കുന്നു. അതെല്ലാം മനുഷ്യരിൽ ലഹരി ഒരു വലിയ ആവേശമുണ്ടാക്കുന്നു. അങ്ങനെ സമൂഹത്തെ കാര്യമായി ഈ ഈവിൾ സ്പിരിറ്റ് ബാധിച്ചിരിക്കുകയാണ്. ചുമ്മാ ദ്വന്ദ്പക്ഷം, ചുമ്മാ വൈരാഗ്യം, അടിപിടി കേസുകൾ, കൊലപാതകങ്ങൾ, വ്യഭിചാരങ്ങൾ, മദ്യപാനം, ഈ അശുദ്ധിയുടെ ദുർനടപ്പ് വർദ്ധിച്ച് ഈവിൾ സ്പിരിറ്റിൻ്റെ ശക്തമായ വാഴ്ച വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം അന്ധകാര വാഴ്ച വർദ്ധിച്ചിരിക്കുന്നതിൻ്റെ നടുവിൽ, ഈ ചുറ്റുപാടിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിൻ്റെ കൃപയിലേക്ക് ജീവിത വിശുദ്ധിയിൽ വരുക ആഗ്രഹിക്കുന്ന ആരെങ്കിലുമുണ്ടോ എന്ന് നോക്കി, ജീവിത വിശുദ്ധിയിലേക്കും സമർപ്പണത്തിലേക്കും വരുന്ന ബുദ്ധിമാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ദൈവം മനുഷ്യപുത്രന്മാരെ പരുതുകയാണ്, അന്വേഷിക്കുകയാണ്. അങ്ങനെയുള്ളതായ പരിതസ്ഥിതിയിൽ ഇതാ നോക്കൂ, യേശു പറയുന്നു എന്താണ്? ആരും ഇരുട്ടിൽ നടക്കാതിരിപ്പാൻ, ഇരുട്ടിൽ വസിക്കാതിരിക്കുവാൻ
ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ലോകത്തിലേക്ക് വന്നു. ബേത്ലഹേമിലെ ഓഫർത്തായിൽ 13 വയസ്സ് പ്രായമുള്ള കന്യകയിലൂടെ വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി ഒരു മനുഷ്യൻ്റെ രൂപത്തിലും ഭാവത്തിലും പൂർണ്ണ മനുഷ്യനായി പൂർണ്ണ ദൈവമായിരുന്നവൻ ഇവിടെ വെളിപ്പെട്ട് വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോഴേ അതിലിങ്ങനെ ആ പ്രഭാഷകൻ പറയുകയായിരുന്നു, ഗ്രീക്ക് ഭാഷയിൽ യെശയ്യാപ്രവചനം 7-ാം അധ്യായത്തിൽ പറയുന്ന കന്യഗർഭിണിയായി എന്നുള്ള വചനം അദ്ദേഹം ഗ്രീക്ക് ഭാഷയിൽ ട്രാൻസ്ലേഷൻ പറയുകയാണ് വിവാഹ നിശ്ചയം, കല്യാണ നിശ്ചയം കഴിഞ്ഞിരുന്ന കന്യക എന്ന്. എന്നെ അത്ഭുതപ്പെടുത്തി. എത്ര സൂക്ഷ്മമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം. 89 വയസ്സുകാരനായ യൗസേപ്പ് ഈ കന്യകയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന കന്യക ഗർഭം ധരിച്ച് കുഞ്ഞിനെ പ്രസവിച്ചു. ബേത്ലഹേമിലെ ഓഫർത്തായിൽ അവൻ ഒരു കുഞ്ഞിനെ പോലെ ലോകത്ത് വെളിപ്പെട്ടു വന്നു. അങ്ങനെ ആ വെളിപ്പെട്ടു വന്ന വചനപ്രകാരം യേശു ജനിച്ചു, യേശു വളർന്നു, യേശു പ്രവർത്തിച്ചു, യേശു പാപപരിഹാര ബലിയായി അർപ്പിക്കപ്പെട്ടു. ആ യേശുവാണ് ഈ തങ്കവചനം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇരുളിൽ വസിക്കാതിരിക്കുവാൻ എന്താണ്, ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നു. അപ്പോൾ ആ കന്യയിലൂടെ ലോകത്ത് വെളിപ്പെട്ട് വന്നത് വെളിച്ചമായിരിക്കുന്നവനാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, അതിൽ വെളിച്ചമാകുന്നു എന്ന് യേശു തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ യേശുവാകുന്ന പ്രകാശത്തിൽ, യേശുവാകുന്ന ആ തേജസ്സിൽ നമുക്ക് ജീവിക്കുവാൻ, നമുക്ക് ചലിക്കുവാൻ സാധിക്കുമ്പോൾ ജീവിതം സന്തോഷകരമായി തീരും. ജീവിതം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതിന് നടുവിൽ ആനന്ദകരമായി തീരും. നമ്മൾ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ പഠിക്കുന്നു എന്താണ്, റോമിലെ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, കാരാഗൃഹത്തിൻ്റെ വേദനകളും നൊമ്പരങ്ങളെല്ലാം ഏറ്റുവാങ്ങി ശരീരം വേദനിച്ച് പൈതാഹത്തോടെ ഇരിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങൾ പറയുന്നു. 4-ാം വാക്യം. അപ്പോൾ കർത്താവിൽ സന്തോഷിക്കുന്ന, കർത്താവിന് ദിവ്യ സന്തോഷം എന്ന് പറയുന്നത് അഭൗമികമായ അവാജ്യമായ എന്തോ സംതിങ് ഒന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം പകരുകയാണ്. അത് ദൈവത്തിൻ്റെ ദിവ്യ സമാധാനമാണ്, ദൈവ സന്തോഷമാണ്. അതുകൊണ്ട് ജഡീകമായ ഭൗതികമായ താല്പര്യങ്ങൾ ഭാവങ്ങളോടൊക്കെ വിട്ട് നമുക്ക് ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിതമാവുന്ന പുസ്തകത്തിന് ഒരു പുതിയ പേജ് എഴുതി ഉണ്ടാക്കുവാൻ, പുതിയ അനുഭവ തലത്തിലേക്ക് വരാനായിട്ട് ഒരു സമർപ്പണത്തിൻ്റെ അനുഭവത്തിലേക്ക്, കർത്താവായ യേശുവേ നിൻ്റെ കൃപ എനിക്ക് തരണം, നിൻ്റെ കരുണ എന്നെ തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഇത്തരത്തിൻ്റെ വാക്കുകൾ സമാപ്തിയിലേക്ക് എത്തിക്കുമ്പോൾ ഒരു ചിന്ത കൂടെ പറയുകയാണ്. ഈജിപ്ഷ്യൻ രാജ്യത്ത് പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ഫെലിക്സ് എന്ന വിശുദ്ധൻ മതവൈരായികൾ അദ്ദേഹത്തെ ഓടിച്ച് കൊല്ലാൻ തുടങ്ങുമ്പോൾ ഒരു ഗുഹയിലേക്ക് കടന്നുപോയെത്താൻ ആ ഗുഹാദ്വാരത്തിൽ നിന്നൊരു പെട്ടെന്ന് ചിലന്തി വല കെട്ടി അത് മറച്ചു. ആ ഗുഹയുടെ വാതുക്കൽ വന്ന് ചിലർ പറഞ്ഞു, ഈ മനുഷ്യനിലേക്ക് കടന്നു പോയിട്ടുണ്ട്, നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഭൂരിപക്ഷം പേര് ഇല്ല, അയാൾ ഓടിപ്പോയി, നമുക്ക് മുമ്പോട്ട് ഓടാം. ഗുഹയുടെ ഉള്ളിൽ ഇരുട്ടിലിരുന്നുകൊണ്ട് ഫെലിക്സ് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കുലപാതകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഫെലിക്സ് അന്ന് വൈകുന്നേരവും ഒരു കൂട്ടായ്മയിൽ, ഒരു ഫെലോഷിപ്പിൽ പറഞ്ഞു, ഒരു പാഠം നിങ്ങളെ ഞാൻ പഠിപ്പിക്കുകയാണ്. എന്താണ് പാഠം? ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെയുള്ളപ്പോൾ ചിലന്തി വലകൾ വൻമതിലായിട്ട് മാറും. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ വൻമതിൽ ചിലന്തി വല പോലെ പൊട്ടിപ്പോകും. അതുകൊണ്ട് 2025 എന്ന പുതിയ വർഷത്തിൽ ചിന്തിക്കുക, ദൈവത്തിൻ്റെ കൃപ കൂടെയില്ലെങ്കിൽ വൻമതിലുകൾ, വൻമരങ്ങൾ എല്ലാം തകർന്ന് താളടിയായി പോകും. ദൈവത്തിൻ്റെ കൃപ, കരുണ, കടാക്ഷം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ചിലന്തി വല ചെറുത് മതി, അത് വൻമതിൽ പോലെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മൾ വളരെ കംഫോർട്ട് സോണിൽ ആയിത്തീരും. അപ്പോൾ ദുരന്തമാർന്ന, ദുഃഖിതമായ, നിരാശാപരമായ ആ സോണിൽ നിന്ന് ഒരു കംഫോർട്ട് സോണിലേക്ക് നമുക്ക് വരാൻ ഒരേ ഒരു വഴി കർത്താവായ യേശുവാണ്. അതുകൊണ്ട് അറിഞ്ഞുള്ള യേശുവിനെയും യേശുവിൻ്റെ വചനത്തെയും ചങ്കോട് ചേർത്ത് പിടിച്ച് മാനസാന്തരപ്പെട്ട് സമർപ്പണമെടുത്ത് വിശുദ്ധ കുർബാനയെ അനുഭവിച്ച്
കർത്താവായ യേശുവെ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ദിവ്യ ശരീരങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, ആത്മധൈര്യത്തോടെ പുതിയ വർഷത്തിലേക്ക് കടന്നു പോകാം. ദൈവത്തിനെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ചിലന്തി വല ചെറിയ കാര്യങ്ങൾ വൻമതിൽ പോലെ നമുക്ക് അനുഗ്രഹമായിരിക്കും. അവിടെ യേശുവിൻ്റെ വചനം, 6 മിനിറ്റിൽ വസിക്കാതിരിക്കുവാൻ ഞാൻ വെളിച്ചമായ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ബേത്ലഹേം ലോഫ്രത്തായിൽ ഒരു ശിശുവായി പിറന്നു വീണവൻ, ജനിച്ച് പ്രവർത്തിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്ന യേശു വീണ്ടും വരുന്നവനാണ്. അവൻ രണ്ടാമത്തെ വരവിലേക്കാണ്. ഈ പ്രകൃതി, ഈ പ്രപഞ്ചം, ഈ ലോകരാഷ്ട്രങ്ങൾ, ഈ അസ്വസ്ഥതകളെല്ലാം വിരൽ ചൂണ്ടുന്നത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവാണ്. സത്യവേദ പുസ്തകത്തിൻ്റെ സമാപന പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ വാക്യം, കർത്താവായ യേശുവേ നീ വേഗം വരണമേ. അത് സഭയുടെ പ്രാർത്ഥനയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവായ യേശുവേ വേഗം വരണമേ. അനർത്ഥങ്ങൾ പെരുകുന്നു. പ്രാർത്ഥിക്കാൻ പണിത ആരാധനാലയങ്ങൾ പോലീസ് സംരക്ഷണത്തിലെ അത് പിടിച്ചെടുക്കാൻ വരുന്ന ദുർശക്തികൾ, അവിടുന്ന് സത്യവിശ്വാസികളെ അട്ടിപ്പുറത്താക്കിക്കൊണ്ട് അവിടെ ജഡത്തിൻ്റെ വ്യാപാരം നടക്കുന്ന ഏറ്റവും മ്ലേച്ഛകരമായ അനുഭവങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പരിതസ്ഥിതിയിൽ വർത്തിക്കുമ്പോൾ കർത്താവിൻ്റെ സ്ലീവായെ ചുംബിച്ചുകൊണ്ട്, കർത്താവിൻ്റെ യേശുവിൻ്റെ രക്തത്തിൽ അഭിയപ്പെട്ടുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവിൻ്റെ തൃപ്പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് നമുക്ക് പുതുപുത്ത വർഷം ആരംഭിക്കാം. നമുക്കെല്ലാവരും കൃപ ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ നന്ദിയോട് നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതികളിൽ വസിക്കുന്നവനെ, വിശ്വസിപ്പാൻ യോഗ്യനെ, ആശ്രയിപ്പാൻ യോഗ്യനെ, വഴി നടത്താൻ യോഗ്യനെ, സർവശക്തനെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഭയോട് കരുണ ചെയ്യണമേ, പിതാക്കന്മാരോട് കരുണ ചെയ്യണമേ, സത്യവിശ്വാസികളായ മക്കളെ കാത്തുകൊള്ളണമേ. കർത്താവായ യേശുവേ കരുണ ചെയ്യണമേ. യേശു മിശിഹായുടെ നാമത്തിൽ ഞങ്ങൾ സർവ്വവും സമർപ്പിക്കുന്നു. പിതാവായ ദൈവമേ കൃപയോട് കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ആമീൻ. ഈ വചനം കേട്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷം, നന്ദിയും അറിയിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ വളരെയധികം സ്നേഹമുള്ള ദൈവമക്കളെ, വന്യ കോറപ്പിസ്കോപ്പ അച്ഛനിലൂടെ അതിശ്രേഷ്ഠമായ ദൂത് നാം കേട്ടു. നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. വന്യ വാലയിൽ വർഗീസ് കോറപ്പിസ്കോപ്പ അച്ഛനെയും അച്ഛൻ്റെ ശുശ്രൂഷകളെയും കുടുംബത്തെയും എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ അളവില്ലാതെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ദൈവമക്കളെ, 2024 നമ്മെ വിട്ട് പിരിയുകയാണ്. ഇനി അധികം ദിവസം നമ്മുടെ മുന്നിലില്ല. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഫിലിപ്പിയ ലേഖനം 3:14, ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ എൻ്റെ പിമ്പിലുള്ളവയെ മറന്നിട്ട് മുമ്പിലുള്ളവയിലേക്ക് നേരെ ഞാൻ പായുകയും യേശുമിശിഹ മൂലമായി ഉയരത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ വിളിയുടെ വിജയം പ്രാപിക്കുവാനായി ലക്ഷ്യത്തിന് നേരെ ഓടുകയും ചെയ്യുന്നു. പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ എൻ്റെ മുൻകാല ചരിത്രം മുഴുവനും മറക്കുകയാണ്. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നവനാണ്. എന്നാൽ ആ സ്വർഗീയ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ പിന്നിലുള്ളത് ഞാൻ മറന്ന് ഞാൻ മുന്നിലുള്ള പരമമായ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഓടുകയാണ്. നമ്മുടെ പരമമായ ലക്ഷ്യം കർത്താവായ യേശു ക്രിസ്തു, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, കർത്താവിനോട് ഒപ്പം നിത്യമായ വാസം. ദൈവമക്കളെ, 2024 നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ, ബലഹീനതകൾ, പാപങ്ങളെല്ലാം പൊറുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതുശക്തിയോടെ, പുതിയ നിറവോടെ, പുതിയ തേജസ്സോടെ കർമ്മ മേഖലകളിൽ സാക്ഷ്യത്തോടെ പ്രവർത്തിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബമാണ്. ആ ഭവനത്തെ നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. അവരെ നല്ല ആവശ്യങ്ങളിൽ ദൈവമേ കൂടിയിരുന്ന് അനുഗ്രഹിക്കണം അപ്പാ. ഹല്ലേലൂയ. ധ്യാനകേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കുന്നു. ജനുവരി 29, 30, 31, ഫെബ്രുവരി 1, 2 ദിവസങ്ങളിൽ നടക്കുന്ന സുവിശേഷ മഹായോഗത്തിന് വേണ്ടിയും വിവിധ ദേവാലയങ്ങളിൽ വെച്ച് നടക്കുന്ന മേഖലാ കൺവെൻഷനുകൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് മാത്രം നയിക്കട്ടെ. ജനുവരി 8-ാം തീയതി ആരംഭിക്കുന്ന ആന്തരിക സൗഖ്യധ്യാനത്തെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ധാരാളം മക്കൾ കടന്നു വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ശനിയാഴ്ച തോറുമുള്ള ധ്യാനം
അതുപോലെ ഗൂഗിൾ മീറ്റിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടക്കുന്ന ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി, വചനധ്യാനം എല്ലാം സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. യൂട്യൂബിൽ തിരുവചനാഗ്നി ധ്യാനമുണ്ട്, ഞായറാഴ്ച എവൻഗേലിയൻ സന്ദേശമുണ്ട്. എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.